പെട്ടെന്ന് ഒരു 5 മിനിറ്റ് നേരം കൊണ്ട് ഒരു സ്കിറ്റ് പെർഫോം ചെയ്യാൻ പോവുകയാണ്. ആ സ്കിറ്റ് എത്രത്തോളം ഹൃദയമാക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ മെസ്സേജ് അവർ തരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ഭംഗിയായിട്ട് അവർ അഭിനയിക്കുന്നു എന്നതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഇവരെ വിലയിരുത്താൻ പോകുന്നത്. ഈ കുടുംബം പെർഫോം ചെയ്യാൻ വരുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട സാമും വിജിയുമാണ് ഇന്ന് പെർഫോം ചെയ്യാൻ വരുന്നത്. സാമിനെയും വിജിയും അവരുടെ കുടുംബത്തെയും നമുക്ക് സ്വാഗതം ചെയ്യാം. പെർഫോമൻസ് കാണാം. വെറുതെ അല്ല ഭാര്യ. വിടൂ, എന്നെ വിടാൻ. ഞാൻ സ്വതന്ത്രമായിട്ടൊന്ന് മരിച്ചോട്ടെ. പക്ഷെ താൻ മരിക്കുന്നതിന് മുമ്പ് താൻ എന്തിനാ മരിക്കുന്നതെന്ന് എന്നോടൊന്ന് പറഞ്ഞിട്ട് മരിച്ചുകൂടെ? അത് താൻ എന്തിനാ അറിയുന്നേ? ചിലപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാലോ? പറയാം. പ്രിയേ, ഞാൻ പ്രിയല്ല, ലക്ഷ്മിയാ. അയ്യോ, ഞാൻ സാഹിത്യരൂപേണ വിളിച്ചതല്ലേ. എങ്കിലും ഓക്കെ. ലക്ഷ്മി, നമ്മുടെ പ്രണയം പൂത്തൊലഞ്ഞിട്ട് ഇന്നേക്ക് 2 വർഷമാകുന്നു. ഇനിയും എനിക്ക് കാത്തിരിക്കാൻ വയ്യ. എനിക്കും. നിർത്ത്. എന്റെ അച്ഛൻ ഈ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്രയും പെട്ടെന്ന് ഒരു ഫോൺ വഴി കണ്ടെത്തണം. ഫോൺ വഴി കണ്ടെത്തിയിട്ട് എന്താ, നേരിട്ട് കണ്ടെത്തണം. അയ്യോ, ഫോൺ വഴി അല്ലടി, പോം വഴി. നമ്മുടെ 2 പേരുടെയും വീട്ടുകാർ സമ്മതിക്കാത്ത സ്ഥിതിക്ക് അവരുടെ സമ്മതമില്ലാതെ നമ്മൾ രജിസ്റ്റർ മാരേജ് ചെയ്യുന്നു. ഓക്കെ? ഡബിൾ ഓക്കെ. എന്തായാലും കടലിൽ ചാടി. ഇനി മുങ്ങി ചത്തിട്ട് തന്നെ കാര്യം. അതിന് ഇവിടെ എവിടെ കടല്? നീ എന്ന കടല്? അയ്യോ, ചാകുന്ന കാര്യം പറഞ്ഞതോ? നീ എന്ന കടലിൽ ചാടിയ മരണം ഉറപ്പല്ലേ ചേട്ടാ? അപ്പൊ നാളെ നമ്മുടെ കല്യാണം. അച്ഛാ, എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിച്ചു. ഞങ്ങളെ അനുഗ്രഹിക്കണം. കേട്ടവനെ, നീ എന്നെ എന്റെ കുടുംബത്തെ മനഃപൂർവ്വം മാനം കെടുത്താനാണോടാ തീരുമാനിച്ചിരിക്കുന്നത്? അച്ഛാ, മിണ്ടരുത്. മിണ്ടരുത്. ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം. എന്താ അച്ഛാ? ഇറങ്ങി പോടാ പുറത്ത്. ഹലോ. അതെയോ? ആണോ? താങ്ക്സ് ഡാ. എന്താ ഏട്ടാ? എന്റെ കൂട്ടുകാരൻ ജെയിംസ് നമുക്കൊരു വീട് ശരിയാക്കിയിട്ടുണ്ട് വാടകയ്ക്ക്. സത്യം? സത്യം. എന്താ ഇങ്ങനെ നോക്കുന്നേ? അല്ല, വഴിയെ പോയ വയ്യാവരി ഏറ്റുപിടിച്ചിട്ട് ഇന്നേക്ക് 1 വർഷം തികയുന്നു. അതിനെന്താ, നമുക്ക് ഗുണമല്ലേ ഉണ്ടായിട്ടുള്ളൂ. 1 പൈസ പോലും കടമില്ലായിരുന്ന ഞാനിപ്പോ 75,000 രൂപയുടെ കടക്കാരനായി. അതാ ഏക ഗുണം. അതുപോട്ടെ, ഞാൻ ഏറ്റുപിടിച്ച വയ്യാവേലി വേലി പൊളിച്ച് പുറത്ത് ചാടുന്നിപ്പുണ്ട്. അതേതാ ആ വേലി? ഈ വേലി. ഇതിനിപ്പോ പുറത്ത് ചാടാന്നുണ്ടെങ്കിൽ എത്ര രൂപ വേണം? അത് പെണ്ണും കൂടെ ആണെങ്കിൽ എന്റെ പൊന്നോ. വെറുതെ അല്ല ഭാര്യ. തലവര ഇത് ചൊല്ലണ നേരം കണവന് കളിയല്ലേ. ബ്രേക്ക്ഫാസ്റ്റിന് പലവിധം മെനുവാണ്. ഒരു മാതിരി പണിയാണ്. എന്നാലും വീണ്ടും കുറ്റം കാണുന്നു. എന്നാലും വീണ്ടും കുറ്റം. നീ പോടി. നീയടി അവിടെ? ഇല്ല, നിൽക്കൂല്ല. ചോറുണ്ട്. എനിക്ക് വേണ്ട. ഒരു ജോലിക്ക് എവിടെല്ലാം തെണ്ടി. ഇതുവരെ ഒരു ജോലി ശരിയായില്ല. എങ്ങനെ ശരിയാകും? ഇന്നും രാവിലെ നിന്നെയല്ല കണി കാണുന്നേ. ഞാനിപ്പോ എന്തോ വേണം? ഒന്നും ചെയ്യണ്ട, ഒന്നകത്തേറി പോ.
നഷ്ടപ്പെട്ട നീ ബുദ്ധിപൂർവം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നിനക്ക് നിന്നെ തന്നെ നഷ്ടപ്പെടും. നിനക്ക് നിന്റെ ഭാര്യയെ വേണ്ടേ? നിന്റെ കുഞ്ഞിനെ വേണ്ടേ? തൽക്കാലം പിടിച്ചു നിൽക്കാൻ പണം വേണ്ടേ? നീ തീരുമാനിക്ക്. അങ്ങനെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. വിഡ്ഢി, സ്വന്തം കുടുംബത്തെ പോറ്റ കാശില്ലാനിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. ഇയാളെ വിശ്വസിച്ച് തന്നെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് തന്നോടൊപ്പം ഇറങ്ങി വന്ന പെണ്ണിനെ പോറ്റാനും അവളിലുണ്ടായ കുട്ടിയെ പോറ്റാനും കഴിയാത്ത താനൊക്കെ ഒരാണാണോടോ? നല്ല ആരോഗ്യം തന്നിട്ടുണ്ടല്ലോ. കൂലിവേല ചെയ്താലും തന്റെ കുടുംബത്തിനെ നോക്കണം. അതാണ് ഉത്തമ ഭർത്താവ്. തനിക്കുണ്ടായ കടം ജോലി ചെയ്ത് വീട്ടാമെന്ന ധൈര്യത്തോടെ പോ. എന്നിട്ട് കുടുംബത്തെ അന്തസ്സോടെ നോക്ക്. പോ. കല്യാണം കുട്ടിക്കളിയല്ല. അറിവില്ലായ്മ കൊണ്ടും പ്രായത്തിന്റെ എടുത്തുചാട്ടത്താലും ജീവിതം ഹോമിക്കുന്ന കമിതാക്കൾക്ക് ഞങ്ങളിത് സമർപ്പിക്കുന്നു. പ്രായത്തിന്റെ പക്വതയില്ലായ്മയിൽ എടുത്തുചാടി കല്യാണം കഴിച്ച് പിന്നീട് വരുന്ന ദൂഷ്യഫലങ്ങളിൽ പിന്നെ തരണം ചെയ്യാൻ യാതൊരു വഴിയില്ലാണ്ട് പലരും ആത്മഹത്യക്ക് പോകുന്നുണ്ട്. അതിൽ നിന്നൊക്കെ അവരെ പിന്തിരിപ്പിക്കാൻ കൂടിയുള്ള ഒരു നല്ല മെസ്സേജ് തീർച്ചയായിട്ടും ഇവര് പ്രേക്ഷകരിൽ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാമിന്റെ ആരൊക്കെയാണ് ഈ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചറിയാം. സാമിന്റെ മാവി എന്ന് പറയുമ്പോ അപ്പന്റെ പെങ്ങള്, ഭർത്താവ്, അതുപോലെ സാമിന്റെ വിജയുടെ ബ്രദർ. എനിക്ക് ഇദ്ദേഹത്തെ കാണുമ്പോഴേ നമ്മുടെ നന്ദനത്തിലെ കൃഷ്ണനായിട്ട് വരുന്നില്ല ഒരാള്, മറ്റേ മനസ്സിൽ മിഥുന മഴ എന്നൊക്കെ പറഞ്ഞ് ഡാൻസ് ചെയ്ത് വരുന്നത് അരവിന്ദ് അല്ലെ? അരവിന്ദ് ഡാൻസർ അരവിന്ദിന്റെ ഒരു ചായ. ശരിക്കും അരവിന്ദ് കുറച്ച് വണ്ണം വെച്ചാൽ എങ്ങനെ ഇരിക്കും? സാമു ഭയങ്കര ക്ഷീണിച്ചു പോലെ. എന്ത് പറ്റി? പലരും ഞാൻ ശ്രദ്ധിച്ചു. ഇനി ഫൈനൽ ആവുമ്പത്തേക്ക് ഇല്ലാണ്ടാവോ? കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഇച്ചിരി ജോലി തിരക്കുള്ള കുറെ രാത്രിയിൽ വെയിറ്റ് ചെയ്തിട്ടൊക്കെ ഞങ്ങൾ ഇതിന്റെ സ്കിറ്റിന്റെ പ്രാക്ടീസ് നടത്തി. കൂടാതെ ഇവര് ചെങ്ങന്നൂരാണ്, ഈച്ചാൻ കൊല്ലം. അപ്പൊ ഞങ്ങളെ തിരുവനന്തപുരത്ത് എല്ലാരും കൂടെ ഒന്ന് ക്യാമ്പ് ചെയ്യിച്ച് കുറച്ച് കഷ്ടപ്പെട്ടു. എന്റെ ദൈവമേ, ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. പാവം ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. മിക്കവരും അതിന്റെ പ്രയത്നത്തിന്റെ കഷ്ടപ്പാടിന്റെ ഫലം കിട്ടുമല്ലോ നമുക്ക് നോക്കാം. എത്രത്തോളം ഭംഗിയായിട്ട് ഇവർ ചെയ്തോ ഇല്ലയോ നമുക്കൊരു കാര്യം ചെയ്യാം. ലളിത ചേച്ചിയിൽ തന്നെ ചോദിച്ചു തുടങ്ങാം അല്ലെ വിജി? ഓക്കെ, നല്ലൊരു തീമാണത്. നല്ല ഒരുപാട് ഇപ്പൊ വരുന്ന എടുത്തിയാട്ടം കൊണ്ട് പലതും സംഭവിക്കുന്ന പ്രേമരോഗികൾക്കൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തില് നമ്മൾ ഒരു സ്റ്റേജിൽ ഒരു കാര്യം ചെയ്യുമ്പോഴേ എപ്പോഴും നിങ്ങൾ ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് അല്ല എങ്കിൽ പോലും നമ്മൾ കണ്ടോണ്ടിരിക്കുന്നവർക്ക് കുറച്ചും കൂടി ഒരു ഗ്രിപ്പ് കിട്ടണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കുറെ മിസ്റ്റേക്കുകൾ അതിനകത്ത് വന്നിട്ടുണ്ട്. ആദ്യത്തത് എന്താന്ന് വെച്ചാൽ ഡബിങ് ഒട്ടും ശരിയായിട്ടില്ല. നിങ്ങൾ ഡയലോഗ് കാണാതെ പഠിച്ചിട്ടില്ല. നിങ്ങളത് ആരാ എഴുതിയത്? ഒരു ഫ്രണ്ടിനെ കൊണ്ട് എഴുതിച്ചിട്ട് ഡയലോഗ് ആദ്യമേ ഒന്ന് തറവാക്കണ്ടായിരുന്നു. തറവാക്കിയിട്ട് എപ്പോഴും ഡബ് ചെയ്തിട്ട് നമ്മൾ സ്റ്റേജിൽ ചെയ്യുമ്പോഴത്തേക്കും ഇത്തിരി ബുദ്ധിമുട്ടാണത്. എന്നാലും നമ്മളത് ഒരു മത്സരത്തിന് വേണ്ടി നമ്മൾ കൊണ്ടുവന്നതാകുമ്പോ വെറും തമാശയാക്കി കളയാൻ പാടില്ലല്ലോ. പിന്നെ കണ്ടിന്യൂറ്റി ഭയങ്കര ഒരു ജമ്പടിച്ചു. ഇവിടെ ആദ്യം ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കയറിട്ടിട്ട് നിൽക്കുമ്പോ ഈ തറ വളരെ ക്ലീൻ ആയിരുന്നു. മനസ്സിലായില്ലേ? ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞിട്ട് രണ്ടാമത് വരുമ്പോഴത്തേക്കും തറയിലൊക്കെ ചോറും അതും ഇതൊക്കെ കിടക്കുന്നുണ്ട്. ഈ കണ്ടോണ്ടിരിക്കുന്ന കാണികൾ അതിലേക്കൊക്കെ ശ്രദ്ധിക്കും. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വിജി അടുത്ത് അത് വലിച്ചെറിയേണ്ട കാര്യമില്ല, അത് കൊണ്ടുപോയാൽ മതിയായിരുന്നു. എപ്പോഴും ഒരു സ്റ്റേജ് നമ്മൾ വളരെയധികം കാര്യമായിട്ട് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് അല്ല എങ്കിൽ പോലും നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് കണ്ടോണ്ടിരിക്കുന്നവർക്ക് അത് തോന്നാതിരിക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു. പിന്നെ എനിക്ക് ആകെപ്പാടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം പെട്ടെന്ന് ഡ്രസ് ചേഞ്ച് ചെയ്ത് ഓടി വന്നു. അത് ഭയങ്കരമായിട്ട് നല്ലൊരു ഇതായിരുന്നു. വളരെ നന്നായിരുന്നു അത്. സാരില്ല, കുറച്ച് താളപ്പുഴകളൊക്കെ നമുക്ക് വന്നു പോവാം അല്ലെ വഞ്ചിപ്പിള്ള? നിങ്ങളുടെ എടുത്തു പറയാവുന്ന ഒരു പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെടുത്ത എഫേർട്ട്. അതായത് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പല സ്ഥലത്തുനിന്ന് വന്ന് കോർഡിനേഷൻ കുറവായിരുന്നു, പല സ്ഥലത്തുനിന്ന് വന്ന് റിഹേഴ്സൽ പോലും ഇല്ലാതെ ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങളെ കൂടുതലായിട്ട് ഞങ്ങൾക്ക് വിമർശിക്കാനും പറ്റില്ല, കാരണം നിങ്ങൾ പ്രൊഫഷണൽസ് അല്ല. എങ്കിലും നിങ്ങളെ തിരുത്താനുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇപ്പൊ പറയുന്നത്. ഇവിടെ റിഹേഴ്സലിന്റെ കുറവുള്ളതുകൊണ്ടാണ് ലിപ്സിംഗിന്റെ പ്രോബ്ലം വരുന്നത്. ഡയലോഗ്സ് പഠിച്ചിട്ടില്ല, സ്റ്റേജിന്റെ മൂവ്മെന്റ്സ് എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ എന്തായിരിക്കണം എന്നൊക്കെ ഉള്ള ഒരു ബോധമുണ്ടല്ലോ.
അപ്പൊ അത് വെച്ച് റിഹേഴ്സലിന്റെ ഒരുപാട് കുറവുണ്ടായിരുന്നു. ഇതെല്ലാം കുറച്ച് എക്സാജറേഷൻ ഉണ്ടായിരുന്നു, എല്ലാവരുടെയും ആക്ഷനും റിയാക്ഷനും ഒക്കെ കുറച്ച് എക്സാജറേഷൻ ഉണ്ടായിരുന്നു. ഇതൊന്നും നിങ്ങൾ വിമർശിക്കുക അങ്ങനെയല്ല, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾ കോമഡിക്ക് ഭയങ്കരമായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? മറ്റേന്താണ് ഫോൺ വഴി കണ്ടെത്താൻ നമുക്ക് നേരിട്ട് കണ്ടെത്താന്നുള്ളതൊക്കെ, അതൊക്കെ നിങ്ങൾ കോമഡിക്കൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ കുറച്ച് വർക്കൗട്ടായി. വാർത്തിച്ചിരിക്കാൻ പറ്റിയില്ലെങ്കിലും ചെറിയ ചെറിയ നുറുങ്ങുകളൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഫാമിലി റൗണ്ടില് എന്തായാലും ഇത്രയും ആൾക്കാർ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് തോന്നിയൊരു സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഒരു നമ്മളൊരു കെട്ടിത്തൂങ്ങി മരിക്കാനുള്ള ഒരു കയർ കാണിച്ചിട്ട് പിന്നെ ഫ്ലാഷ് ബാക്ക് ആണ് കാണിച്ചത്. പക്ഷെ അപ്പൊ എനിക്ക് തോന്നുന്നത് ആദ്യം ആ ഒരു കൺസെപ്റ്റ് അത് മാത്രമായിരുന്നു നിങ്ങളുടെ കൺസെപ്റ്റ്, അതോ ആദ്യം ഈ ലവ് മാരേജിനെ കൊണ്ടുണ്ടാവുന്ന ഒരു ഫെയിലിയർ ആയിരുന്നോ? എനിക്ക് തോന്നി ആ ഒരു ഇത് മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്കിറ്റ് ആണോ എന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി. പിന്നെ അതിലേക്ക് ഫ്ലാഷ് ബാക്ക് ഒക്കെ കൂടി എല്ലാം കൂടി കുറെ കാര്യങ്ങൾ നിങ്ങൾ ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. കോമഡിക്ക് കോമഡി ഉണ്ടായിരുന്നു, പക്ഷെ ധൃതി കാരണം ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല. പക്ഷെ എന്നാൽ ഇടയ്ക്ക് കുറച്ച് ലാഗുകൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആ ഒരു ധൃതി കുറച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നാവുമായിരുന്നു, ബെറ്റർ ആവാൻ പറ്റുമായിരുന്നു. എന്തായാലും അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യണം. ഓൾ ദി ബെസ്റ്റ്. ഇനി ഈ കിട്ടുന്ന മാർക്ക് കാരണം വിചാരിക്കണം ഇന്നത്തെ സ്കിറ്റിനുള്ള പെർഫോമൻസിനുള്ള മാർക്ക് കൂടുതൽ നന്നാക്കാൻ വേണ്ടിയുള്ള മാർക്കായിട്ട് കരുതി മാർക്ക് അങ്ങ് മേടിക്കുക. ലളിത ചേച്ചി 7.5 മാർക്ക് 10. താങ്ക് യു. ഒന്നും തോന്നരുത് കേട്ടോ നമ്മളോട്. ഞാനൊക്കെ ആണെന്ന രീതിയിൽ ഉള്ള കാര്യം തുറന്നു പറയുന്ന ഒരാളാണ്. മാർക്കിനെക്കാട്ടും കൂടുതൽ ഞങ്ങൾ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലെ അവിടുന്ന് എല്ലാവരും കൂടെ ഞങ്ങൾ ദൂരെ നിന്ന് ഒരുമിച്ച് വന്ന് ഇവിടെ ഒരു ദിവസം താമസിച്ച് ഒരു രസം. ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾക്ക് നമ്മൾ കണ്ടില്ലെന്ന് വെക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഈ മാർക്ക്. ചെറിയ മിസ്റ്റേക്കുകൾ ഞാൻ പറഞ്ഞു കേട്ടോ. 7.5 മാർക്ക്. താങ്ക് യു. 7.5. രശ്മി ഞാൻ 7.5 തരുന്നു. താങ്ക് യു. കുഴപ്പമില്ല. സാം വിജി 3 7.5 ചേർന്ന് കഴിഞ്ഞാൽ 22.5. സാറില്ല, ഇവരെല്ലാരും വന്ന് ഒത്തിരി സഹകരിച്ചു. നമ്മളോടൊപ്പം വെറുതെ ഇല്ല, ഭാര്യയിലെ കുടുംബത്തിന് വന്ന് സഹകരിച്ചതിന് എല്ലാവർക്കും ഞങ്ങളുടെയും ഞങ്ങളുടെ ടീം അംഗങ്ങളുടെയും വലിയ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെറുതെ അല്ല ഭാര്യ സീസൺ 2 പവർഡ് ബൈ ന്യൂട്രലയുടെ ഇന്നത്തെ വളരെ സന്തോഷകരമായ ഒരു എപ്പിസോഡോടുകൂടി ഇവിടെ തീരുകയാണ്. ഓരോ എപ്പിസോഡും തീരുമ്പോൾ മനസ്സിൽ വിഷമം കൂടി വരികയാണ്. കാരണം നമ്മുടെ സീസൺ 2 അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാസങ്ങൾ മാത്രം. പക്ഷെ എന്നാലും വിട പറയായിക വയ്യ. ഇത് താൽക്കാലികമായി മാത്രം ഞങ്ങൾ വിട പറയുന്നു. നാളെ നമുക്ക് കാണാം ആ ഒരു ശുഭപ്രതീക്ഷയിൽ. ബൈ. പറയാൻ പോകുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ യാദൃച്ഛികമായി ഞാൻ ഒരു 3 വർഷം മുമ്പ് പരിചയപ്പെട്ട ഒരു സുഹൃത്താണ്. പുള്ളി എനിക്ക് ദൈവത്തെ പോലെയാണ്. പുള്ളി നമ്മുടെ പ്രശ്നങ്ങളൊന്നുമല്ല. സന്തോഷിനെ ഇപ്പൊ കാണുന്നത് ഒരു ദൈവത്തിനെ കാണുന്ന പോലെ. ഞാൻ എഴുന്നേറ്റ് നിന്നൊന്ന് തൊഴട്ടെ. എനിക്ക് നിങ്ങളുടെ നല്ല ബഹുമാനം തോന്നുന്നു. സന്തോഷേട്ടനെ എനിക്കും ഒരു സ്വാധീനം ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പച്ചനും അമ്മച്ചിക്കും വയ്യാണ്ടായി. ഇനി ഈ സ്വത്തുക്കളൊക്കെ ഞങ്ങൾക്കൊരു ഭാരമാ. ഇനി കർത്താവ് തുണച്ചു. പ്രതീക്ഷിച്ച പോലെ തന്നെയടി. എന്നാലും എനിക്ക് ഈ വീടും പൊരിയുടെ കിട്ടുമെന്നാ ഞാൻ കരുതിയത്. എല്ലാവരും ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഇറങ്ങിക്കോളാം. നമ്മുടെ മക്കൾ തിരിച്ചു വിളിക്കുമെന്ന് കരുതിയല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു നാടക ട്രൂപ്പ് തുടങ്ങാം. എന്നെയും കൂടെ വിളിച്ചാൽ മതി അതിൽ അഭിനയിക്കാൻ. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു എൻഡിങ് ക്ലൈമാക്സ് ആയിരുന്നു. ഇവിടെ ശിനിച്ചേച്ചി നിൽക്കണ്ട മുഖത്ത് കണ്ടോ? എന്താണെന്നറിയില്ല, ഒരു മ്ലാനത ഇല്ല കേട്ടാ. ഷബീറേട്ടനെ സുന്ദരനാക്കണം, അതാ വലിയ പാട്. ഓടിക്കോ കാക്കാ, പേടാണ് കാക്കാ. കാക്കാന്ന് എന്റെ ഇടയ്ക്ക് ഒരു 10 പ്രാവശ്യം വിളിച്ചു. എന്തൊരു സ്നേഹമായത്. ഇതുവരെ വന്നതില് ഏറ്റവും നല്ല മാച്ച് നിങ്ങളുടെ ആയിരുന്നു.